السلام عليكم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഞാൻ അബ്ദുസ്സലാം ഓണംപള്ളി, ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വലിയ പ്രവർത്തകനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായ ഷീഈ സ്വാധീനത്തെക്കുറിച്ചുള്ള അബറാറിലെ ഫതഹുദ്ദീൻ മൗലവിയുടെയും അൽബലാഗിലെ മുസമ്മിൽ കൗസരിയുടെയും ചർച്ച കേൾക്കാനിടയായി. ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം അയക്കുന്നത്. പ്രിയമുള്ളവരെ, ഉത്തമ നൂറ്റാണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ട 3 ബിദ്അ കക്ഷികളെ നമുക്കറിയാം: ഖവാരിജ്, മുഅ്തസിലത്ത്, ഷിയ്യത്ത്. ഈ 3 കക്ഷികളും ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലൊരു കക്ഷിയായ ഖവാരിജ് സംഘം അതീവ തീവ്രവാദികളും അക്ഷരഭൂതക്കാരും അവരല്ലാത്ത മുഴുവൻ ആളുകളെയും കാഫറായി, മുശ്രിക്കുകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഗൌരവതരമായ ഒരു ബിദ്അ സംഘമാണ്. ആ ബിദ്അ സംഘം ലോകാവസാനം വരെ ഉണ്ടാകുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അവരുടെ ഇടയിൽ നിന്നാണ് ദജ്ജാൽ വരുന്നത് എന്ന് നബി പറയുന്നു. അപ്പോൾ ഇപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ഖവാരിജ് സംഘം ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അന്വേഷണം ചെന്നെത്തുന്നത് മുഹമ്മദ് അൽ വഹാബിന്റെ അനുയായികളായ വഹാബികൾ എന്ന് നമ്മൾ വിളിക്കുന്ന സംഘത്തിലാണ്. അവർ ഖവാരിജിന്റെ ആധുനിക രൂപമാണ് എന്ന് മുൻകഴിഞ്ഞ മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചൂണ്ടിക്കാണിച്ച പണ്ഡിതന്മാരിൽ ചിലരാണ് ജലാലിക്ക് ഹാഷിയ എഴുതിയ മഹാനായ ഇമാം സാവിയും, അതുപോലെ തുഹ്ഫക്ക് ഹാഷിയ എഴുതിയ അബ്ദുൽ ഹമീദ് ഷർവാനിയും, അതുപോലെ റദ്ദുൽ മുഖ്താർ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ മുസന്നിഫായ ഇബ്നു അബീദിൻ ഷാമി റഹിമഹുല്ലാഹിമെല്ലാം. അവരുടെ എല്ലാം ഉദ്ധരണികൾ അവരുടെ മേൽ പറയപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഉദ്ധരണികൾ ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല. ഇവരുടെ ഈ ഉദ്ധരണികൾ പലതും ഇപ്പോ അൽ കൗസർ ഉലമ കൌൺസിലിന്റെ സഹയാത്രികനായ കൃതഹസ്തനായ എഴുത്തുകാരൻ സാലിഹ് പുതുപ്പന്നാനിയുടെ വഹാബിസത്തിന്റെ ഭീകരമുഖം എന്ന ഗ്രന്ഥത്തിലും, അതുപോലെ മൻസൂർ നൊമാനിയുടെ ദുആത്തുൽ മുഖസ്സഫ എന്ന ഗ്രന്ഥം, അഥവാ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥമാണെങ്കിലും ആ മറുപടി പറയാൻ വേണ്ടി മേൽ പറയപ്പെട്ട ഉദ്ധരണികളെ ഉദ്ധരിച്ചത് നമുക്ക് കാണാവുന്നതാണ്. ഇതല്ലാത്ത മഹാപണ്ഡിതന്മാരായ പലരുടെയും ഉദ്ധരണികൾ നമുക്ക് ഹാജരാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ആ വഹാബി സംഘത്തിന്റെ അനുയായികൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ആരെയും പറഞ്ഞിരിക്കേണ്ടതില്ല. മുജാഹിദ് വിഭാഗം ആ വഹാബി ആശയങ്ങൾ അഥവാ ഖവാരിജി ആശയങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ വ്യാപനത്തെ, അതിന്റെ പ്രചരണത്തെ തടുത്തു നിർത്തിയത് കേരളത്തിലെ ഉലമാ സംഘങ്ങളാണ്. ഈ വാദങ്ങൾ ഉടലെടുത്തപ്പോൾ തന്നെ കേരളത്തിലെ സുന്നി ഉലമാക്കൾ രംഗപ്രവേശം ചെയ്യുകയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അടക്കമുള്ള പണ്ഡിത സംഘടനകൾ അവർക്കെതിരെ പ്രതിരോധം തീർക്കുകയും അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തുകൊണ്ടാണ് കൂടുതൽ അത് വ്യാപകമാകാതെ കേരള ജനത രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ ഒരു സംഘമായ മുഅ്തസിലത്ത്. ആ മുഅ്തസിലത്ത് ബുദ്ധിപൂജകരായ, ബുദ്ധിയുടെ കോണിൽ നിന്നും മാത്രം ചിന്തിക്കുകയും അതിന് എതിരെ വരുന്നതെല്ലാം തള്ളിക്കളയുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിന്റെ വാദങ്ങളും ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതാണ്. ജമാലുദ്ദീൻ അഫ്ഗാനി, അതുപോലെ റഷീദ് റിള പോലെയുള്ള ഈജിപ്ഷ്യൻ പണ്ഡിതന്മാർ സത്യത്തിൽ മുഅ്തസിലത്തിന്റെ വാദങ്ങൾ ഉയർത്തിയവരാണ്. കേരളം പ്രസിദ്ധീകരിച്ച ഫിഖ്ഹിലെ പരിണാമം എന്ന ഒരു പുസ്തകം MI തങ്ങളുടേതായുണ്ട്. അബു ആമിന ബിലാൽ ഫിലിപ്സ് എന്നൊരു വിദേശിയുടെ പുസ്തകമാണത്. അതിന്റെ പരിഭാഷയാണ് MI തങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ 114-ാമത്തെ പേജിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പരിചയപ്പെടുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, മനുഷ്യബുദ്ധിയും അതിന്റെ യുക്തി നിർദ്ധാരണങ്ങളും ദൈവീക വെളിപ്പാടുകൾക്ക് തുല്യമാണെന്ന് അദ്ദേഹം കരുതി എന്നും, കൂടാതെ മധ്യപൂർവ്വ ദേശങ്ങളിൽ അന്ന് ശാഖകൾ ഉണ്ടായിരുന്ന മാസോണിക് പ്രസ്ഥാനവുമായി അതിന് ബന്ധമുണ്ടായിരുന്നു എന്നെല്ലാം അതിന്റെ അടിക്കുറിപ്പായി ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ വഹീന് തുല്യമാണ് ബുദ്ധി എന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് കറാമത്തുകളെയും മുഅ്ജിസത്തുകളെയും നിഷേധിക്കുകയും, അതുപോലെ അബ്രഹാത്തിനെ തകർത്ത കിളികൾ അത് ബാക്ടീരിയകളാണെന്നും ജിന്നുകൾ ബാക്ടീരിയകളും ആണെന്നും ഒക്കെ വിശദീകരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഒരുപാട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ വിശ്വാസകർമ്മങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ശൈലി ഉണ്ടായത്. ആ ശൈലിയും ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നും കേരളത്തിൽ കറാമത്തുകളെ നിഷേധിക്കുന്ന, മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്ന, ജിന്നുകളെ നിഷേധിക്കുന്ന, ഖുദുഫ് ഖബായിസ് എന്നതിന് മറ്റേ ബാക്ടീരിയകൾ എന്ന് അർത്ഥം കൊടുക്കുന്ന ആളുകൾ ഇന്നും കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായുണ്ട്. സത്യത്തിൽ അൽ കൗസർ ഉലമ കൌൺസിൽ ഇപ്പോൾ നടത്തുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രമേയം വളരെ ശ്രദ്ധേയമാണ്. വഹിയാണ് ആധാരം എന്നുള്ളത്. ഈ വഹിയാണ് ആധാരം എന്നുള്ള ആ പ്രമേയം ശരിക്കും മുഅ്തസിലത്ത് വിഭാഗത്തിനെതിരെയുള്ള ശക്തമായ ഒരു പ്രമേയം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു മുഅ്തസില വാദവും കേരളത്തിലുണ്ടായപ്പോൾ അതിനെയും പ്രതിരോധിച്ചത് കേരളത്തിലെ ഉലമാ സംഘങ്ങളാണ്.
കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഈ വാദങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയും അതിനുള്ള പ്രചരണ പ്രയോഗം നടത്തുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ബഹുജന വിഭാഗം ഇപ്പോഴും ആ പതനത്തിൽ അകപ്പെടാതെ സുന്നി ആശയത്തിൽ നിലകൊണ്ടത്. മൂന്നാമത്തെ വിഭാഗമായി പറയുന്ന ഷിയ വിഭാഗം, അവർ ലോകത്തുണ്ട് എന്ന് പാറയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരുപാട് രാജ്യങ്ങളുടെ ഭരണം അവരുടെ കയ്യിലാണ് എന്ന് മാത്രമല്ല, ഇന്ന് മുസ്ലിം ലോകത്ത് ഒരു പ്രബല ശക്തിയായ ആൾ വളർന്നു വരികയും എല്ലാ രാജ്യങ്ങളിലും അവരുടെ അനുയായികളെ ഉണ്ടാക്കുകയും അതിലൂടെ വളരെ ഭീകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. സിറിയയിലെ ഹലപ്പോയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും നടക്കുന്ന കൂട്ടക്കൊല ശരിക്കും ഷിയ സുന്നി തർക്കത്തിന്റെ ഒരു പരിച്ഛേദമാണ്. പച്ചയായ മനുഷ്യനെ ജീവനോടെ കുഴിച്ചുമൂടാൻ, ഒരു സത്യവിശ്വാസിയായ ഒരാളെ കുഴിച്ചുമൂടാൻ മറ്റൊരു സത്യവിശ്വാസിക്ക് ബലം നൽകുന്നത് അല്ലെങ്കിൽ അവനതിന് പ്രേരണ നൽകുന്നത് ഈ ഷിയ വിശ്വാസത്തിന്റെ പേരിലാണ്. കുഴിച്ചുമൂടുന്നത് സുന്നിയാണ്, ഹുസൈൻ റളിയല്ലാഹു തആല അവനെ കൊന്ന സുന്നിയാണ് ഞാൻ കുഴിച്ചുമൂടുന്നതെന്ന് പറഞ്ഞിട്ടാണ് കുഴിച്ചുമൂടുന്നത്. അവരുടെ ഗൂഢാലോചനയുടെ ഫലമായി പല രാജ്യങ്ങളിലും പാവ സർക്കാർ ഉണ്ടാക്കുകയും അതിലൂടെ മുസ്ലിം ജനവിഭാഗത്തെയും സുന്നി ആശയക്കാരെയും ലോകത്ത് കൊന്നൊടുക്കുകയും ചെയ്യുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ലോകത്ത് കൊല ചെയ്യപ്പെടുന്ന മുസ്ലിങ്ങളെല്ലാം സുന്നികളാണ്, ഒരു ഷിയായും കൊല ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള ആ ഷിയായുടെ കുടുംബത്തിന്റെ ഭാഗമായി കേരളത്തിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. നമുക്കറിയാം, ലോകത്തുള്ള ആ ഷിയ വിശ്വാസം കേരളത്തിൽ സംഘടനാപരമായി പ്രത്യക്ഷത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മുമ്പിവിടെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ മുമ്പുള്ള പ്രഭാഷണങ്ങളിലോ അതല്ലെങ്കിൽ പക്ഷിപ്പാട്ട് പോലെയുള്ള കുറുത്തപ്പാട്ട് പോലെയുള്ള പാട്ടുകളിലോ ഒക്കെ സാഹിത്യങ്ങളിലൊക്കെ ആ ഷിയ വിശ്വാസത്തിന്റെ സ്വാധീനമുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള സ്വാധീനമുണ്ടായിട്ടും അതിലൊന്നും കേരളത്തിലെ ബഹുജന വിശ്വാസികൾ മുസ്ലിങ്ങൾ ഇതുവരെ പെടാതിരുന്നതും നേരത്തെ പറഞ്ഞ സുന്നി ഉലമാക്കളുടെ ജാഗ്രത കൊണ്ടാണ്. അവരെന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് മദ്രസയിലൂടെ, അറബി കോളേജിലൂടെ, ദർസിലൂടെ എല്ലാം മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് ആ തെറ്റായ വിശ്വാസത്തിലേക്ക് നാളിതുവരെ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം പോയിട്ടില്ല. എന്നാൽ കുതർക്കത്തിന്റെ ഭാഗമായി അതുകൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അത് നിഗൂഢമായി അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് അൽ കൗസർ ഉലമാ കൌൺസിൽ ആരോപിക്കുന്നതിനെ ഞങ്ങൾ ഗൗരവമായി തന്നെ എടുക്കുന്നു. മാത്രവുമല്ല, അതിനുവേണ്ടി കേരളത്തിലെ മുഴുവൻ പണ്ഡിത സംഘടനകളെയും നേതാക്കളെയും സന്ദർശിച്ചു എന്നുള്ളതും ഞങ്ങൾക്ക് സന്തോഷകരമാണ്, അതിനെ പിന്തുണയ്ക്കേണ്ടതുമാണ്. അതിന് ആർക്കും എതിരഭിപ്രായമില്ല. എന്നാൽ വ്യാപകമായി സംഘടനാ തലത്തിൽ അതിതുവരെ ഉണ്ടായിട്ടില്ല. 1980-കളിൽ അരീക്കോട് കേന്ദ്രമായി ഉണ്ടാക്കിയ ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇറാൻ സാഹിത്യം കേരളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇറാൻ സാഹിത്യം കേരളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ തന്നെയും ഈ ഷീ വിശ്വാസമുള്ള പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതായി അറിവില്ല. ഇസ്ലാമിക വിപ്ലവം, ഇറാനിലെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവം എന്ന നിലയിൽ അതിൽ ആകൃഷ്ടരായി ഇസ്ലാമിക തത്വസംഹിതയുടെ മഹത്വവും ശക്തിയും ലോകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കണം അവർ നടത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വ്യാപകമായി ഒരു ഷിയ വിശ്വാസ പ്രചരണമോ ഷിയ വിശ്വാസമോ കേരളത്തിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം അനൈക്യമായി നിന്നുകൂടാ, അവർ ഒറ്റായി നിൽക്കണം എന്നുള്ള ഒരു പ്രചരണമുണ്ടാകുകയും ലാ സുന്നിയ വലാ ഷിയ എന്നുള്ള മുദ്രാവാക്യം അറബ് തെരുവുകളിൽ ഉയർന്നു വരികയും ചെയ്തത് നമുക്കറിയാം. ആ നിലയിൽ ഷിയ വിശ്വാസത്തിനോട് അല്ലെങ്കിൽ ആ സംഘടനകളോടൊക്കെ ആഭിമുഖ്യത്തോടെ പെരുമാറിയ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യക്തികളുണ്ട് എന്നുള്ളത് ഈ നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയും. മാത്രമല്ല, ഇറാൻ കേന്ദ്രീകരിച്ച് ഷിയ സുന്നി സൌഹൃദ വേദി എന്നുള്ള പേരിൽ വർഷം തോറും സമ്മേളനം നടക്കുകയും ആ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ അവിടെ ചെന്ന് ഷിയ വിശ്വാസത്തിന്റെ പ്രചാരകരായി ചട്ടുകങ്ങളായി അവർ തിരിച്ചു വരുന്നു എന്നുള്ളത് നമുക്ക് ആരോപിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആരോപിച്ചുള്ള ഒരു ആരോപണം മാത്രമാണ്. കാരണം നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ ഒരു ഷിയ വിശ്വാസം ഏതെങ്കിലും വ്യക്തികൾ പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി അഥവാ നിഗൂഢമായി അങ്ങനെ ഒരു പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി എല്ലാവരും ചേർന്ന് എതിർക്കേണ്ടതും അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കവുമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. അൽ കൗസർ ഉലമാ കൌൺസിൽ എന്ന് പറയുന്ന സംഘം ഷിയ വിശ്വാസത്തെ എതിർക്കണം, അതിവിടെ പ്രചരിക്കുന്നു എന്നുള്ള ഒരു ധാരണയിൽ ഒരു ശത്രുവിനെ, നീൽ ശത്രുവിനെ സങ്കല്പിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടി ഇറങ്ങിയപ്പോ അവർക്ക് സംഭവിച്ച 3 വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി അവർക്ക് പറ്റിയ വീഴ്ച ഷിയാക്കളെ എതിർക്കാൻ അല്ലെങ്കിൽ ഷിയ വിശ്വാസത്തെ എതിർക്കാൻ എന്ന പേരിൽ അവർ ചെയ്തത് സുന്നി ആശയങ്ങളെ എതിർക്കുക എന്നുള്ള വലിയൊരു വീഴ്ചയാണ്. കേരളത്തിലെ ലോകത്തെ സുന്നികൾ അവർ സുന്നത്തായ അനുവദനീയമായ കാര്യമായി അംഗീകരിച്ചു വരുന്ന ഖബർ സിയാറത്ത്, തവസ്സുൽ, ഇസ്തിശ്ഫാ പോലെയുള്ള കാര്യങ്ങളെ
അത് ഷിയ ആശയമാണ് എന്നുള്ള പ്രചരണം കൗസൽ ഉലമ അറിഞ്ഞോ അറിയാതെയോ നടത്തുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് അൽ ബലാഗിന്റെ സ്പെഷ്യൽ പതിപ്പ്. ആ സ്പെഷ്യൽ പതിപ്പിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച അദർശരി എന്ന് പറയുന്ന ആ സുഹൃത്തിനെ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കൗസൽ ഉലമ അവരുടെ പ്രചരണങ്ങളിൽ ഈ സമ്മേളനങ്ങളിൽ ക്ലാസ് എടുപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ, സുന്നി ആശയങ്ങളെ ഷിയാവകരിക്കുന്ന ആ പരിപാടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിന് മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട മുസമ്മിൽ കൗസരി പറഞ്ഞ കാര്യം അത് ഒരു വർഷമായി നടത്തുന്നില്ല, അത് ഒരു വർഷമായി ഞങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. ഒരു വർഷമായി നടത്തുന്നില്ല എന്നുള്ള കാര്യം വളരെ നല്ലത്. ഇനി ഒരിക്കലും നടത്താതിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൂടി എടുക്കാൻ വേണ്ടി ബലാഗിന്റെ പ്രവർത്തകരോടും കൗസൽ ഉലമാക്കളോടും നമ്മൾ അപേക്ഷിക്കുകയാണ്. പക്ഷേ അതിൽ സംഭവിച്ചത് ഒരു വർഷമായി നടത്തുന്നില്ല എന്ന് പറയുമ്പോഴും ഈ സ്പെഷ്യൽ പതിപ്പിൽ സുന്നി ആശയങ്ങളെ ഷിയ ആശയങ്ങളായി ചിത്രീകരിച്ച ആ സുഹൃത്ത് തന്നെയാണ് ഇപ്പോഴും ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട VM മൂസ ഉസ്താദിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർക്ക് ഈ അപകടത്തെക്കുറിച്ച് സുന്നി ആശയങ്ങളെ ഷിയ ആശയങ്ങളായി ചിത്രീകരിച്ച് അതിനെ മോശവൽക്കരിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ധീരമായൊരു പ്രഖ്യാപനം നടത്തേണ്ടി വന്നത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റതാണ്. രണ്ടാമത്തെ വിഷയം, സുന്നി ആശയങ്ങളെ വിമർശിക്കുവാൻ വേണ്ടി അത് തങ്ങൾ പറഞ്ഞാൽ ചെലവാകില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവബന്ധി ഉലമാക്കളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ദൈവബന്ധി ഉലമാക്കളെ കൂട്ടുപിടിക്കുമ്പോൾ രണ്ട് ഗൌരവകരമായ വിഷയങ്ങളുണ്ടാകുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞ സുന്നി ആശയങ്ങളായ ഖബർ സിയാറത്ത് അതുപോലെ തവസ്സുല് പോലെയുള്ള കാര്യങ്ങൾക്ക് എതിരാണ് ദൈവബന്ധി ഉലമാക്കൾ എന്ന് വരുമ്പോൾ ദൈവബന്ധി ഉലമാക്കളെ കൂടി ഷിയാവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടി ശത്രുപക്ഷത്ത് മറ്റുള്ളവരെ നിർത്തിക്കുന്ന അവരെ പേരിൽ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന ഒരു പരിപാടിയെ മാറുകയാണ്. സത്യത്തിൽ ദൈവബന്ധി ഉലമാക്കൾ നമ്മൾ അറിഞ്ഞിടത്തോളം തവസ്സുൽ ചെയ്യുന്നവരും സിയാറത്ത് നടത്തുന്നവരും സുന്നി ആശയക്കാരുമായിരുന്നു. തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാൻ അതിന് ദൈവബന്ധി ഉലമാക്കളെ കൂടി കൂട്ടുപിടിച്ച് അവരെ കൂടി ശത്രുപക്ഷത്ത് നിർത്തുന്ന ഈ ശൈലി ഏതായാലും കൗസൽ ഉലമ നടത്തുന്നത് ശരിയല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. മൂന്നാമത്തെ വിഷയം, ഷിയാക്കളെ എതിർക്കാനെന്ന പേരിൽ അവർ കൂട്ടുപിടിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വഹാബി ഖവാരിജി സംഘമാണ്. അവരെ കൂട്ടുപിടിച്ച് അവരെ വെള്ളപൂശുന്ന വിധത്തിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ മൊത്തമായി പറഞ്ഞാൽ ഷിയ ആശയങ്ങളെ എതിർക്കാനെന്ന പേരിൽ നടത്തുന്നത് ഒന്നും ഗുണകരമല്ല എന്നുള്ളതാണ്. സുന്നി പണ്ഡിതന്മാർ വിമർശിക്കുന്നതിലൂടെ ബഹുജനങ്ങൾ ഇന്നുവരെ അവരുടെ വാക്കുകളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തവരാണ്. അവരെ ശത്രുപക്ഷത്താക്കുന്നു. ദൈവബന്ധി ഉലമാക്കളെ വലിച്ചെടുക്കുന്നതിലൂടെ ദൈവബന്ധി ഉലമാക്കളെയും ശത്രുപക്ഷത്താക്കി അവരെയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. അവരെയും വിശ്വസിക്കാതെ ജനങ്ങൾ പോകുന്നു. അതിന് ഖവാരി സംഘത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കൗസൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണയും അതുപോലെ സംശയവും ഇരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ ഈ തെറ്റുകളൊക്കെ തിരുത്തി നേരത്തെ പറഞ്ഞ മൂന്ന് കക്ഷികളെയും ഖവാരിജ്, മുഅ്തസിലത്ത്, ഷിയ കക്ഷികളെയും ബഹുമാനപ്പെട്ട കേരളത്തിലെ പണ്ഡിത സംഘടനകൾ എതിർത്തത് നിലയിലാണോ ആ നിലയിൽ അവരോട് ചേർന്ന് നിന്ന് ഐക്യപ്പെട്ടു നിന്ന് അവരെ എതിർക്കാനാണ് കൗസൽ ഉലമ ശ്രമിക്കേണ്ടത്. അങ്ങനെ എതിർക്കുമ്പോൾ മാത്രമാണ് അതിന് ഫലവും അതിന് അവസരമുണ്ടാവുകയുള്ളൂ, അത് ഫലവത്താവുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതല്ലാതെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സ്നേഹബുദ്ധ്യ ഉണർത്തുന്നു. എന്റെ അറിവിൽപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ സൂചിപ്പിച്ചത്. അതിൽ ഒരുപാട് തെറ്റുകളുണ്ടാകാം. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരാൻ വിനയ പുരസ്സരം ഉണർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.